അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 23-24 വാക്യം വായിക്കും. വിട്ടയച്ച ശേഷം അവർ കൂട്ടാളികളുടെ അടുക്കൽ ചെന്ന് മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞത് എല്ലാം അറിയിച്ചു. അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു പറഞ്ഞത്, ആകാശവും മതി ഭൂമിയും അടുത്ത 29 തുടങ്ങിട്ട് വായിക്കും. അടുത്ത് ഇപ്പോഴോ കർത്താവേ, അവരുടെ ഭീഷണികളെ നോക്കണമേ. സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണധൈര്യത്തോടുകൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസനാർക്ക് കൃപ നൽകണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. എങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുന്ന സ്ഥലമൊക്കെ കുലുങ്ങാറുണ്ട് എപ്പോഴെങ്കിലും? ഹല്ലേലൂയ. അപ്പം നമ്മൾ ഇരിക്കുന്ന ഇടത്തെ കുലുക്കുന്ന, നമ്മൾ ഇരിക്കുന്ന ദേശത്തെ കുലുക്കുന്ന, നമ്മൾ നിൽക്കുന്ന ഭവനത്തെ കുലുക്കുന്ന, നമ്മുടെ സഭയെ ഒന്ന് കുലുക്കുന്ന. ഹല്ലേലൂയ. അപ്പം അങ്ങനെയുള്ള പ്രാർത്ഥനകൾ നമുക്കുണ്ടാണ്. അങ്ങനെ പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥനകൾ അങ്ങനെ കുലുങ്ങണമെങ്കിൽ എങ്ങനെ പ്രാർത്ഥിക്കണം വെച്ചാൽ വെളിപ്പാടിൽ നിന്ന് പ്രാർത്ഥിക്കണം. ഇവിടെ നമ്മൾ കാണുന്നുണ്ട് പത്രോസിനെ യോഹന്നാനെയൊക്കെ പിടിച്ച് അടിച്ച്, എന്നിട്ട് ഇനി മേലെ നിങ്ങൾ നാമത്തിൽ സംസാരിക്കലെന്നൊക്കെ പറയുമ്പം ദൈവത്തെക്കാട്ടും ഉപരിയോ മനുഷ്യന്റെ വാക്ക് കേൾക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു പത്രോസ് ഹല്ലേലൂയ മിണ്ടാതെ പണ്ടൊക്കെ ഒളിച്ച് പാത്തു പോയ പത്രോസ് ധൈര്യത്തോട് അവരോട് നേതൃത്വം സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് അവരെ അടുപ്പിച്ച് എന്നിട്ട് അവരെ ശിക്ഷിക്കുന്നത് നിമിത്തം വഴിയിൽ നിന്ന് കാരണം അവർ പിന്നെയും തർജ്ജനം ചെയ്ത് അവരെ വിട്ടയച്ച് ഈ അത്ഭുത സൗഖ്യം പ്രാപിച്ച മനുഷ്യനെ നോക്കി മനുഷ്യൻ 40 വയസ്സുള്ളവനായിരുന്നു. എന്താ ഒരു മനുഷ്യനെ സൗഖ്യമാക്കിയപ്പോ സംഭവിച്ച കാര്യമാണ്. ഹല്ലേലൂയ. അപ്പം അവിടെ നിന്ന് അവർ വന്നു കഴിഞ്ഞിട്ട് അവർ വന്ന് കർത്താവിന്റെ പരാതിയും പരിഭവമൊന്നും പറയല്ല, പെറുപെറുക്കൊന്നും ചെയ്യല്ല, ഇരുന്നുകൊണ്ട് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഹല്ലേലൂയ ആമയോടെ വന്നിട്ട് അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ച ആകാശവും ഭൂമിയും സമുദ്രവും അവയുള്ള സകലം ഉണ്ടാക്കിയ നാഥനെ എന്ന് വെച്ചാൽ സ്വർഗം സൃഷ്ടിച്ചത് ദൈവമാണ്, ഭൂമിയെ സൃഷ്ടിച്ച ദൈവമാണ്, സമുദ്രത്തെ സൃഷ്ടിച്ച ദൈവമാണ്, ഈ കാണുന്നതെല്ലാം സൃഷ്ടിച്ചത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ സൃഷ്ടിച്ച ദൈവം എന്ന് വെച്ചാൽ ആ ദൈവത്തെക്കാട്ടി വലിയവനായിട്ട് ഈ ലോകത്തിൽ ഈ പ്രപഞ്ചത്തിൽ മറ്റാരും ഇല്ല എന്ന പ്രാർത്ഥനാർത്ഥം. ഹല്ലേലൂയ. നമ്മളിത് എവിടെയാ ഒരു മനുഷ്യനൊരു ഐലൻഡ് ഫുള്ള് പുള്ളി സൃഷ്ടിച്ച് ഒരു ചെറിയ രാജ്യം പോലെ ആക്കി അതിനകത്തേക്ക് എന്ന് വെച്ചാൽ അങ്ങേരെ സൃഷ്ടിച്ചെടുത്ത് അങ്ങേരെ രാജാവ്. അല്ലെങ്കിൽ നമ്മള് ബാംഗ്ലൂർ പട്ടണത്തിലൊക്കെ ചെന്നാൽ കാണാൻ പറ്റും. ബാംഗ്ലൂർ ഭയങ്കര തിരക്കാണല്ലോ, വണ്ടിയൊക്കെ ഭയങ്കര തിരക്ക്. അപ്പൊ പക്ഷെ സിറ്റിന്ന് എനിക്കൊന്ന് IT പാർക്കിന്റെ ഭാഗത്തുനിന്ന് ആ ഭാഗത്തുനിന്നകത്തേക്ക് കിലോമീറ്ററുകളുള്ള ഒരു ഭയങ്കര വലിയ ഹൈവേ ഒരാൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് പുള്ളി ടോള് വെച്ചിട്ടുണ്ട് അതിന്. ഹല്ലേലൂയ. ഇത് അങ്ങനെ സ്വന്തം അപ്പം അത് ഒത്തിരി ജനങ്ങൾക്ക് ഒത്തിരി ഉപകാരം. ഹല്ലേലൂയ. പക്ഷേ ഗവൺമെന്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം അത് ചെയ്തേക്കുന്നത്. അവിടെ വെച്ചിട്ട് ഞാനവിടെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതുപോലെ നമ്മള് ഓരോ സ്ഥലം ഓരോരുത്തർ ചെയ്യുമ്പോഴത്തേന് നമ്മൾ അവിടുത്തെ വലിയൊരിതായിട്ട് കാണും. പക്ഷെ ഞാൻ നോക്കുന്നത് ഇതിനെക്കാട്ടിയൊക്കെ നമ്മുടെ ദൈവം ആരാന്നൊന്ന് മനസ്സിലാക്കിയേ. നമ്മൾ പലപ്പോഴും പാട്ട് അഖിലാണ്ടത്ത് വിടുവൻ ഹല്ലേലൂയ, അപ്പൊ എന്റെ പിതാവാണല്ലേ ഹല്ലേലൂയ, അത് എന്തൊരു ആനന്ദമാണെന്നൊക്കെ പറയുമ്പോൾ പാടാറ്. അതുപോലെ അത് പക്ഷെ ശരിക്കും നമ്മൾ പറയുന്നെങ്കിലും ആ റെവലേഷൻ നമ്മുടെ ഉള്ളിലേക്ക് ശരിയായി കത്താറുണ്ട്. സ്വർഗം ഹല്ലേലൂയ സ്വർഗം എന്താണെന്ന് നമ്മൾ ഹല്ലേലൂയ അപ്പൊ ഒരു ഏകദേശം ഒരു ഐഡിയ ഒക്കെ നമുക്കുണ്ട്, പലരും പറഞ്ഞു ഇതൊക്കെ വചനത്തിൽ നിന്നൊക്കെ. പക്ഷെ അപ്പൊ ആ സ്വർഗത്തെ സൃഷ്ടിച്ച് ഇപ്പൊ ഈ ഭൂമിയെ നോക്കിയേ, ഈ കാണുന്ന ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ഗാലക്സികൾ ഇതിനെല്ലാം സൃഷ്ടിച്ച ദൈവം സമുദ്രമൊക്കെ കാണുന്നത്. ഞാൻ ചിലപ്പോഴേ ആലോചിക്കാറ്, ദൈവമേ ഈ സമുദ്രമൊക്കെ സൃഷ്ടിക്കപ്പെട്ട എത്രയോ നൂറ്റാണ്ടുകളായി. അതിനകത്തുള്ള മത്സ്യസമ്പത്തൊക്കെ എന്തോരമാണ് ഒരു ദിവസം ജനങ്ങൾ കോരിക്കൊണ്ട് വരുന്നത്. പക്ഷെ അത് എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടോ, നിലയ്ക്കുന്നുണ്ടോ? വീട് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കല്ലേ. ഈ അടുത്ത നമ്മുടെ അഷ്ടമുടി കായലിൽ
മത്സ്യങ്ങൾ ചത്തുപോയി. ഹാലയില് എന്തുമാത്രം മത്സ്യം ഓരോ സ്ഥലത്ത് ചത്തുപോയി. ഞാൻ ഇവിടെ ഈ ഭാഗത്തൊന്നും വന്നില്ല, പക്ഷെ ഫോട്ടോ ഇത് വീഡിയോ ഒക്കെ തന്നെ ഞാൻ ഇത് ഇത്രയൊക്കെ നശിച്ചു പോകുന്ന മനുഷ്യൻ, എന്തുമാത്രം മനുഷ്യരാണ് ഈ സമുദ്രം കൊണ്ട് മാത്രം ജീവിക്കുന്നത് അറിയാം. എന്നാ ഒക്കെ കുറച്ചാൾ കഴിയുമ്പോഴത്തേനാ ആ കഴിഞ്ഞ കേട്ടോ, ഇനി ഇല്ല കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടോ? എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അയ്യോ ആ കടലിൽ മീൻ വറ്റിപ്പോയി, അല്ലെ കടലിൽ വെള്ളം വറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കാരണം ഇതിങ്ങനെ ഈ ദൈവത്തിന്റെ സൃഷ്ടിപ്പ് എല്ലാം നല്ലതെന്ന് വെച്ചാ അതെല്ലാം ഇങ്ങനെ ഫ്ലറിഷ് ചെയ്യുന്നതായിരിക്കും. നമ്മളെയൊക്കെ നോക്കിയ ദൈവം നല്ലതാന്ന് പറയാൻ എന്തായിരിക്കും അതിന്റെ അർത്ഥം എന്നറിയാം? നമ്മളിങ്ങനെ ഫ്ലറിഷ് ചെയ്യുന്നവരായിരിക്കണം, എപ്പോഴും ഫ്രൂട്ട്ഫുൾ ആകുന്നവരായിരിക്കുമ്പോഴായിരിക്കും പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ എല്ലാം നമ്മൾ കാണേണ്ട കാര്യം, ആ സൃഷ്ടിച്ച ദൈവം, ഞാൻ ചോദിക്കുന്നത് ഇത് നമുക്ക് ശരിക്കും റെവലേഷൻ നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് വരുവാണെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ ഒന്നിനെ കുറിച്ച് ഓർത്ത് ആകുലപ്പെടത്തില്ല. കാരണം ഈ കാണുന്ന സകലതും എൻ്റെ അപ്പൻ്റെയാ. ഹല്ലേലൂയ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് വേണ്ടിയിട്ട് കിട്ടാതെ അല്ലെ എടുത്തു മാറ്റാനായിട്ട് അല്ലെ നമ്മുടെ ആവശ്യങ്ങൾക്ക് തരാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റാർക്കും ഒരു അതോറിറ്റിയും ഇല്ല. ഇൻ കേസ് എന്തെങ്കിലും നമ്മുടെ കയ്യിലേക്ക് തരാതിരിക്കുന്നെങ്കിൽ അത് നമ്മുടെ അപ്പന് മാത്രമേ തടയാനുള്ള അതോറിറ്റി ഉള്ളൂ. ആമേൻ. എന്ന് വെച്ചാൽ എല്ലാത്തിന്റെയും ഹലയിലെ സകലത്തെ സ്വർഗം. അപ്പൊ ഭൂമി അത് കാണാം. അപ്പൊ ഈ റെവലേഷൻ എന്ന് വെച്ചാൽ ഈ രാജാക്കന്മാര് അല്ലെങ്കിൽ ഈ പ്രമാണിമാര് ഈ പരീക്ഷന്മാര് അല്ലെങ്കിൽ ഈ എന്താ പറയാ ഈ ന്യായശാസ്ത്രിമാരൊക്കെ ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അതിനെക്കാട്ടി വലിയവൻ ഹാലയില് ആണ് എന്നെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അവരോട് തന്നെ ചോദിക്കുന്ന പത്രോസ്, ദൈവത്തെക്കാട്ടി ഉപരിയായി മനുഷ്യന്റെ വാക്ക് കേൾക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. ഇന്നിപ്പോ നമ്മളൊരാൾ ഭീഷണി എടുത്തു കഴിഞ്ഞാൽ മേലെ വിശേഷം പറഞ്ഞിട്ട് കണ്ടു വന്നേക്കരുത്. നമ്മളെന്താ പറയണം? ഹാലയില് ഇതിനെ മീതെ ഇതിന്റെ ഈ ഇടയ്ക്ക് ഞാൻ പറയാൻ ഇങ്ങനെ നമ്മുടെ ഈ നമ്മുടെ ബിജു പാസ്റ്റർ ഗ്രേസ് സിസ്റ്റർ അവരെ ചർച്ച ചെയ്യുന്ന സുവിശേഷത്തിന് ഒരുപാട് വലിയ സഭയൊന്നും അല്ലെങ്കിൽ ഈ ട്രാക്റ്റൊക്കെ അടിച്ചിട്ട് എല്ലായിടവും കൊണ്ടുപോകും. അതിനകത്ത് കുറച്ച് എല്ലാം പാവപ്പെട്ട ആൾക്കാരൊക്കെ തന്നെ, പക്ഷെ അവരെല്ലാം ഈ ട്രാക്റ്റൊക്കെ കൊണ്ടുപോകാനൊക്കെ വല്ല. അപ്പം അവിടുത്തെ ഒരു സിസ്റ്റർ അനുഭവം പറഞ്ഞ അവര് കഴിഞ്ഞ വർഷം കണ്ടു ഇപ്പോഴും അടിച്ച് 15,000 ട്രാക്റ്റൊക്കെ അവർ കൊടുക്കാനായിട്ടല്ല. ഹല്ലേലൂയ. അപ്പം അതും കൊണ്ട് പോയപ്പോഴത്തേന് അവിടെ എവിടെ ആ ഭാഗത്ത് തന്നെ റെയിൽവേ ട്രാക്കിന്റെ അടുത്ത് വെച്ച് അവരുടെ കയ്യിൽ നിന്ന് ഒരാള് ആ ട്രാക്റ്റ് വാങ്ങിച്ച് വലിച്ച് കീറിയിട്ട് ആ റെയിൽവേ ട്രാക്കിലേക്ക് എറിഞ്ഞ് കളഞ്ഞു. എന്നിട്ട് മേലെ ഇവിടെ നിന്ന് സുവിശേഷം പറഞ്ഞേക്കുന്നത് വളരെ വഴക്ക് പറഞ്ഞിട്ട് വിട്ടു. അവരിപ്പോഴും പോകുന്ന സുവിശേഷം പറയട്ടെ. പക്ഷെ ഒരു 2 മാസം കഴിഞ്ഞപ്പോ ആ കീറിയിട്ട ട്രാക്കിൽ തന്നെ അയാൾ ചത്ത് കിടപ്പുണ്ടായിരുന്നു. ചെയ്ത മനുഷ്യൻ. കാരണം വെച്ച് കഴിഞ്ഞാല് ഹല്ലേലൂയ. അങ്ങനെ ഒരുപാട് പേരുടെ അനുഭവങ്ങൾ ഇങ്ങനെ ഹല്ലേലൂയ ആമീൻ പറയേണ്ട ഓരോ ദാസന്മാരെ ഉപദ്രവിക്കുന്നതൊക്കെ നമ്മൾ ശരിക്കും പറയുന്നത് എന്ന് വെച്ചാൽ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കാരണം നമ്മുടെ നേരെ ഒരു വിരൽ ചൂണ്ടുമ്പം, നമ്മുടെ നേരെ ഒരു വാക്ക് പറയുമ്പം, നമുക്കെതിരെ പ്രവർത്തിക്കുമ്പം ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം പറയുന്നത് എന്താ വെച്ചാൽ ഇത് എൻ്റെ മക്കൾക്ക് നേരെ അല്ലെ എൻ്റെ അഭിഷിക്തർക്ക് നേരെ നിങ്ങൾ ആമീൻ ഹല്ലേലൂയ എന്താ പറയാ അവരെ തൊടുന്നവർ എൻ്റെ കണ്ണിലെ കൃഷ്ണമണിയെ തൊടുന്നു. ഹാലേലിയ. അപ്പൊ ആര് നമുക്ക് വേണ്ടി പകരം അവര് മിണ്ടിയില്ല, അവരൊന്നും പറഞ്ഞില്ല, അവർ തിരിച്ചു പോന്നു അല്ലെ. അപ്പൊ നമ്മൾ മിണ്ടാതിരിക്കുകയാണെങ്കിൽ നമ്മുടെ ദൈവം ഹാലേലി അതിന് കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും. നമുക്ക് എപ്പോഴും അറിയാം, മറ്റേ ആശാര്യോപദേശിയുടെ നകത്ത് പറയുന്നുണ്ട് പോലെ അദ്ദേഹത്തെ മനുഷ്യന്റെ മലം ഹാലേലിയ തീറ്റിച്ച സ്ഥലം, തമിഴ്നാട്ടിലൊരു സ്ഥലം, ആ ആ ആ ഒരു ഗ്രാമം തന്നെ ഹാലേലിയ തീക്കിരയായി. ഒരു മനുഷ്യൻ ശേഷിക്കാതെ ഹാലയില് ദൈവം അവരെ ദഹിപ്പിച്ച് ആ തീയിട്ട് അവരെ നശിപ്പിച്ചു കളഞ്ഞു ഹാലയില്. കാരണം അപ്പൊ അവിടെയൊക്കെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹാലയിലൂയ. നമുക്ക് ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ ലോകത്തിൽ അല്ലെ ഒരു ഓഫീസിൽ, ഒരു വീട്ടിൽ, അല്ലെ ഒരു ദേശത്ത് ഹാലയിലി ആമേൻ, അല്ലെ ഒരു സംസ്ഥാനത്ത്, അല്ലെ ഒരു രാജ്യത്ത് ഹാലയില പലരും നമുക്ക് എതിരായി പ്രതികൂലമായി ദൈവത്തിന് ദൈവത്തിന്റെ മക്കൾക്ക് പ്രതികൂലമായി നിൽക്കുന്നെങ്കിൽ ഒരു കാര്യം. അപ്പൊ ഇപ്പൊ ഒരു ഇന്ത്യ മഹാരാജ്യം എടുത്തു, നമ്മളൊരു ഇന്ത്യ മഹാരാജ്യം തന്നെ അല്ല ഇന്ത്യ രാജ്യം എന്ന് പറയട്ടെ. കാരണം ഇന്ത്യ മൊത്തം ചേർന്നിട്ട് ഭരണാധികാരി ഏറ്റവും ടോപ്പിലിരിക്കുന്ന ആൾ വിചാരിക്കുകയാണ് ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചേക്കാം. ഹല്ലേലൂയ. ഈ പ്രപഞ്ചത്തിന്റെ അധിപതി പറയും എൻ്റെ മക്കളെ തൊട്ടുപോകരുത്. ആരുടെ വാക്കായിരിക്കും ഏറ്റവും കൂടുതൽ വായിക്കുന്നത്?
പ്രപഞ്ചത്തിനധിപതി. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ അപ്പൻ ആരാണ്, അതല്ല നമ്മുടെ ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് അവര് നിന്നത്. അവിടുത്തെ ഭരണത്തിൽ ഇരിക്കുന്നവരാമേ നാളെ അവർക്ക് ഇവരെ കൊന്നു കളയാനുള്ള അധികാരമുണ്ട്. അത് എങ്ങനെ വേണില്ല, എത്ര നികൃഷ്ടമായിട്ട് വേണം കൊല്ലാനുള്ള അധികാരമുള്ളവരുടെ മുമ്പിൽ അവർ പതറാതെ നിന്നതിന്റെ കാരണം എന്താ വെച്ചാൽ ദൈവം ആരാണെന്നുള്ള വെളിപ്പാട് അവർ പ്രാപിച്ചതുകൊണ്ട്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ പലയിടത്തും പതറിപ്പോകുന്നു, നമ്മൾ പലയിടത്തും ഒതുങ്ങിപ്പോകുന്നു, നമ്മൾ പലയിടത്തും പലരുടെയും ഭീഷണിക്ക് മുമ്പിലൊക്കെ ഇരുന്ന് പോകുന്നതിന്റെ കാരണം നമ്മുടെ ദൈവം ആരെന്ന വെളിപ്പാടിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ആമേൻ, സ്തോത്ര. നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതികൂലം വരട്ടെ, ഏത് ആഭിചാരം വരട്ടെ, ഏത് മന്ത്രവാദം വരട്ടെ, ഏത് നേർച്ച ശക്തി, ആരൊക്കെ പ്രതികൂലമായി നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു വെളിപ്പാട് കത്തണം. എന്റെ ദൈവം ആരാണ്. ഇതെല്ലാം വെറും പടത്തിലിരിക്കുന്ന അല്ലെങ്കിൽ ഒരു കൽപ്രതിമ അല്ലെങ്കിൽ കേൾക്കാൻ കഴിയാത്ത കാണാൻ കഴിയാത്ത വിഗ്രഹമാണെങ്കിൽ എന്റെ ദൈവം ഒരു സങ്കല്പമല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. ജീവനുള്ള സത്യ ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. ഹാലലൂയ. ആ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ലെന്ന് നമ്മുടെ ഉള്ളത്തിൽ ഒന്ന് കത്തിയാൽ മതി. ഹാലലൂയ. അപ്പൊ ഏത് പ്രതികൂലം വരുമ്പോഴും നമ്മൾ പറയണം എന്റെ മേൽ എന്നോട് പോരടിക്കുന്നവർ, എന്നെ കുറിച്ച് അപവാദം പറയുമ്പോൾ മുകളിൽ നിന്ന് കൊടുക്കാതെ അവരുടെ മേൽ യാതൊരു അധികാരം, എന്റെ മേൽ യാതൊരു അധികാരം. അപ്പൊ മുകളിലെ ദൈവം സർവശക്തന്റെ മേൽ നിന്ന് ഈ പ്രപഞ്ചത്തിന്റെ അധിപതി അല്ലെങ്കിൽ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ കർത്താവ് യേശുക്രിസ്തു പെർമിഷൻ കൊടുക്കാതെ നമ്മുടെ മേൽ ആർക്കും ഒരു അധികാരമില്ല. ആമേൻ, സ്തോത്രം. അപ്പൊ നമ്മുടെ ലൈഫിൽ വന്നു പോകുന്ന സകല കാര്യങ്ങളിലും ഹല്ലേലൂയ ദൈവത്തിന്റെ അറിവോട് കൂടിയാണ്. ഞാൻ ഒരു പിശാച് നമ്മുടെ ജീവിതത്തെ കയറി, ഒരു രോഗം വന്നൊരു ഭാരം വന്ന പോലെ ദൈവത്തിന്റെ പെർമിഷൻ ഇല്ലാതെ നമ്മളിലേക്ക് അത് വരുത്തില്ല. ഹല്ലേലൂയ. യോബിന്റെ പുസ്തകത്തെ നമ്മൾ വായിക്കാൻ, അവിടെ ചെന്നിട്ട് യോബിനൊന്ന് തൊടണമെങ്കിൽ ദൈവം വേലി പൊളിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ജീവിതത്തിലും എവിടെയെങ്കിലുമൊക്കെ വേലി നമ്മളായിട്ട് പൊളിച്ചിട്ടിട്ടുണ്ടെങ്കിൽ പോലും നമ്മളെ തൊടണമെങ്കിൽ ദൈവത്തിന്റെ പെർമിഷൻ വേണം. ആമേൻ, സ്തോത്ര. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം അറിയാതെ അല്ല നമ്മുടെ ജീവിതത്തൊന്നും വരുന്നത്, ദൈവത്തിന്റെ അറിവോടുകൂടെ. കാരണം ദൈവത്തിനെ കണ്ണ് വെട്ടിച്ച് ദൈവത്തിനെ മറികടന്ന് ദൈവത്തിന്റെ വാക്കുകൾ കേൾക്കാതെ ആർക്കും ഒന്നും നമ്മളെ ചെയ്യാൻ സാധിക്കത്തില്ല. ആമീൻ. അതുകൊണ്ട് ചിലയിടങ്ങളിലൊക്കെ നമുക്ക് പലപ്പോഴും പറ്റുന്ന പ്രശ്നം ഞാൻ പറയുന്നത് നമ്മളായിട്ടങ്ങ് പ്രതികരിക്കും, നമ്മളായിട്ടങ്ങ് സൊല്യൂഷൻ കാണുമ്പോൾ നമ്മളായിട്ട് അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ അങ്ങ് ചെയ്തു കൂട്ടാൻ പോകും. അവിടെയൊക്കെ നമ്മൾ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ, നമ്മൾ അനങ്ങാതിരുന്ന് കഴിഞ്ഞാൽ അപ്പൊ അവിടെയൊക്കെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്കൊരു നല്ല അപ്പനുണ്ട്. നമ്മളെ കാണുന്നതിനെ അല്ല കർത്താവ് നമ്മൾ കാണാത്തതിനെ പോലും കാണുന്നൊരപ്പൻ നമുക്കുണ്ട്. ഞാൻ ഇന്നലെ രാത്രി പ്രാർത്ഥന പറഞ്ഞ കണക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ പലരും വിചാരിക്കും അമ്മയുടെ അപ്പന്റെ കൺവെട്ടത്തുനിന്ന് മാറി കഴിയുമ്പോഴത്തേനും അവരെന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടാം, നമ്മളിത് കാണുന്നില്ലല്ലോ എന്ന്. പക്ഷേ അവരുടെ ഉള്ളത്തിൽ ഒരു ചിന്ത ആഴമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം, സ്വർഗത്തിലെ അപ്പൻ കാണാത്തതായിട്ട് ഒന്നുമില്ല. ആമേൻ. സ്വർഗത്തിലെ അപ്പൻ കണ്ട എന്താ അപ്പൻ നമ്മളോട് പറയും, അപ്പൻ നമുക്ക് വെളിപ്പെടുത്തും, നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമുക്ക് വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. കാരണം എനിക്ക് പല പ്രാവശ്യം അതിശയം വന്ന ദൈവം എത്രത്തോളം ഞാൻ പറയാം, എനിക്ക് അനുഭവമുള്ളതാണ്. ഞാൻ പറയാം, അനുഭവമുള്ള എനിക്കൊന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഒരു എക്സാം എഴുതിയിട്ട് ഇറങ്ങിയപ്പോൾ ഇതിനോട് പറഞ്ഞ്, അമ്മ ഞാൻ 2-3 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തില്ല എന്ന് പറഞ്ഞു. കാരണം സമയം കിട്ടിയില്ല അവർക്ക് പെട്ടെന്ന്. അപ്പൊ ഞാൻ 3 ക്വസ്റ്റ്യൻ, നീ 5 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തില്ല, അത് കൃത്യമായിട്ട് പരിശോധന എന്നോട് പറഞ്ഞു. അപ്പൊ എന്ന് പറയുമ്പോൾ അവൾ എന്നെ ഞെട്ടി ഇങ്ങനെ അതിശയിച്ചു നോക്കി, അമ്മയ്ക്ക് എങ്ങനെ അറിയാമെന്ന് വെച്ചു. ഞാൻ ദാറ്റ്സ് എ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. അപ്പൊ കറക്റ്റ് അവൾ 5 ക്വസ്റ്റ്യൻ അന്ന് സ്കിപ്പ് ചെയ്ത് ബാക്കി എല്ലാം അവൾ നന്നായി ചെയ്തു. അപ്പൊ ഇത് നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിന് അത്ര കൃത്യമായ വ്യക്തമായ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ അറിയാം. ഹല്ലേലൂയ. ഞാൻ ചോദിക്കണം, ഇത്രയും വലിയൊരു ഭാഗ്യം വേറെ ആർക്ക് കിട്ടുന്നു സിസ്റ്ററെ? നമ്മുടെ ദൈവം സകലതും നമുക്ക് വേണ്ടി വെളിപ്പെടുത്തി തരുന്ന ഒരു ദൈവം. സകലത്തെയും വിവേചിക്കുന്ന ഒരു ദൈവം. ഇത് നമ്മുടെ ഉള്ളത്തിൽ ഇരിക്കുമ്പം നമ്മൾ എന്തിനാ പിന്നെ ഭയപ്പെടുന്നത്?
ഈ ഭാഗ്യം ആർക്കുണ്ട്? നമുക്ക് ചിലപ്പോൾ സമ്പത്തുണ്ടല്ലോ, ബാങ്ക് ബാലൻസ് ഒക്കെ ചിലപ്പോൾ 0 ആയിരിക്കും, അല്ലെങ്കിൽ മൈനസ് ആയിരിക്കും. അല്ലെങ്കിൽ പക്ഷെ ഇവിടെ ഈ ഒരു കൃപ കോടികൾ കിടക്കുന്ന അക്കൗണ്ടിൽ കിടക്കുന്നവർക്ക് ഇല്ലാത്തൊരു കാര്യം നമുക്കുണ്ട്. ആമേൻ, സ്തോത്രം, ഹാലേലിയ. അപ്പൊ നമ്മളുടെ ഹാലേലിയ വെളിപ്പാടൊന്നും മാറണം. നമ്മുടെ ദൈവത്തെ കുറിച്ച് ഞാൻ എപ്പോഴും പറയും, പത്രോസിന്റെ ലേഖനത്തിൽ അപ്പൊ ആ തന്നെ വിളിച്ചവന്റെ പരിജ്ഞാനത്തിൽ നമുക്ക് വിളിച്ചവനെ കുറിച്ചൊരു പരിജ്ഞാനം വേണം. നമ്മളെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നതിനെ കുറിച്ചൊരു പരിജ്ഞാനം വേണം. എന്റെ ബോസ് ഹാലയില് ഞാനിപ്പോ പറയാണ്, ഞാനിവിടുത്തെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററുടെ ഹാലയില് പേഴ്സണൽ സ്റ്റാഫില് ഹാലി വളരെ ഉയർന്ന ഒരു ഓഫീസറാണ് ഞാനെങ്കിൽ എന്റെ പവർ എന്താണെന്ന് ഹാലിൽ എനിക്കൊരു പരിജ്ഞാനമുണ്ട്. ഹാലിൽ ഇതിനെക്കാട്ടി വലിയ ആമേൻ ഹാലിൽ ഈ അഖിലാണ്ടത്തിന്റെ ഉടയവനായ, മറ്റേ ഇന്ത്യയിലെ പ്രധാനമന്ത്രി, പക്ഷെ അഖിലാണ്ടത്തിന്റെ ഉടയവനായ സർവശക്തനായ ദൈവത്തിന്റെ അംബാസിഡേഴ്സാണ് നമ്മൾ. നമ്മളെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ഒരു മനുഷ്യനല്ല, ദൈവമാണ് നമ്മുടെ മേൽ ഹാലയിൽ സുവിശേഷം ഹാലയിൽ ആമേൽ ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചതെങ്കിൽ അത് ആരാണെന്നൊരു ബോധ്യം നമ്മുടെ ഉള്ളത്തിലുണ്ടാകണം. ഈ പരിജ്ഞാനം നമ്മൾ വന്നത് അത് വിളിച്ചവനെ കുറിച്ചുള്ള പരിജ്ഞാനം വേണം നമുക്ക്. ആ വിളിച്ചവനെ കുറിച്ചുള്ള പരിജ്ഞാനം നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന മാറും, നമ്മുടെ ചിന്താഗതി മാറും. അവിടെ പിറുപിറക്കത്തില്ല, പരാതി പറയത്തില്ല, കംപ്ലൈന്റ് ബോക്സ് ആയി നമ്മൾ മാറത്തില്ല. ഹാലേലിയ. കാരണം നമ്മളുടെ നേരെ വരുന്ന ഏത് പ്രതികൂലം വരുമ്പോഴും നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് കാണും, അതിന്റെ മീതെയാണ് എൻ്റെ ദൈവമെന്ന്. ഈ പ്രതികൂലത്തിന് എന്നെ തകർത്ത് കളയാൻ സാധിക്കത്തില്ല. ഞാൻ ചില സമയത്തൊക്കെ ഇങ്ങനെ നമ്മൾ ഭാരപ്പെടാറുണ്ട്, അയ്യോ ദൈവമേ അവിടുത്തെ വിഷയം അതെല്ലാം ഇങ്ങനെ ഇട്ടിട്ട് പോകുന്നു, എന്താകും എന്നൊക്കെ. ഹാലിലെ പക്ഷേ നമ്മെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് ഓർപ്പിച്ച കാര്യം, നമ്മുടെ അപ്പൻ ആരാണെന്ന് ദൈവം അറിയാതെ ഞാനിവിടെ തല കുത്തി മറിഞ്ഞ എനിക്ക് ദൈവത്തിന്റെ സമയത്തിനല്ലാതെ പോകാൻ പറ്റത്തില്ല. ഹാലേലി. അപ്പൊ അതിനെല്ലാം ദൈവം ഒരു സമയം ഒരുക്കി വെച്ച പെർഫെക്റ്റ് ടൈം, പെർഫെക്റ്റ് വിൽ. ഹാലേലൂയ. ആ ദൈവ ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കുക എന്നുള്ളതാണ്. ഹാലേലി. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴാണ് അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മ നിറഞ്ഞവരെ ദൈവവചനം ധൈര്യത്തോട് പ്രസ്താവിച്ച് ഇനി മേലായി നാമത്തിൽ സംസാരിക്കുന്നത് പറഞ്ഞ് വിട്ടരുത്. ഒരു പ്രാർത്ഥന കഴിഞ്ഞപ്പം അവരെഴുന്നേറ്റ് ദൈവവചനം ശക്തിയോട് പ്രസ്താവിച്ചെന്ന് എഴുതിയേക്കുന്നത്. ഹാലയിലെ ഒതുങ്ങിപ്പോയി എന്നല്ല എഴുതിയേക്കുന്നത്. അപ്പൊ നമ്മുടെ ഒരു പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ നമുക്ക് എന്ത് വേണമെന്ന് പറയാം? ശക്തി വേണം. ഹാലൂയ, ആമേൻ. നമ്മളെ ഒതുക്കിക്കളയുന്ന മണ്ഡലങ്ങളെ ജയിച്ചുകൊണ്ട് ഞാനിവിടെ ഒതുങ്ങി ഇരിക്കത്തില്ല, നീ വന്നിന്റെ പണി നോക്കുന്നു പറയാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു ശക്തി അപ്പൊ നമ്മൾ ഒതുക്കി കളയാൻ ശ്രമിക്കുന്ന അനേക മേഖല, ഇപ്പൊ ചുറ്റുപാട് നമ്മുടെ കുടുംബത്തിൽ നിന്നാകട്ടെ, സഹോദരങ്ങളിൽ നിന്നാകട്ടെ, മാതാപിതാക്കന്മാരിൽ നിന്നാകട്ടെ, നമ്മുടെ സഭയിൽ നിന്നാകട്ടെ, നമ്മുടെ അയൽവാസികളിൽ നിന്നാകട്ടെ, അല്ലെ ദേശത്തിന്റെ ശക്തികളാകട്ടെ, അന്ധകാരം മണ്ഡലം, ഇതിലും എല്ലാവരിലൂടെയും പ്രവർത്തിക്കുന്ന നെഗറ്റീവ് ഫോഴ്സുകളുണ്ട്. പക്ഷെ അവിടെയെല്ലാം നമ്മൾ ധൈര്യത്തോടെ ദൈവത്തിന്റെ വചനത്തെ പ്രസ്താവന, ദൈവം നമുക്ക് തന്നിരിക്കുന്നതിനെ ഡിക്ലെയർ ചെയ്യുന്നവരായി മാറുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ റെവലേഷൻ, നമ്മളെ വിളിച്ചതിനെ കുറിച്ച് ഒരു പരിജ്ഞാനം നമ്മളിലേക്ക് വന്നാൽ ഈ റെവലേഷൻ നമ്മുടെ ഉള്ളിൽ എപ്പോഴും കത്തിക്കഴിഞ്ഞ് നമ്മൾ ഒരിടത്ത് പോലും പോയി പരാതി പറയത്തില്ല, ഒരിടത്ത് പോലും പിറുപിറുക്കത്തില്ല. ഹാലയില. ആരോടും നമ്മൾ ഹാലയില അവര് നമ്മളെ ചീത്ത വിളിച്ചാൽ പോലും നമുക്ക് വിരോധം തോന്നത്തില്ല, ചിരിച്ചുകൊണ്ട് നമുക്ക് പോരാൻ പറ്റും. ഹാലയില. ഈ ഒരു റെവലേഷനിലേക്ക് നമ്മൾ മാറണം. ഹാലയിൽ നമ്മുടെ മുമ്പിൽ നമ്മളെ ഉപദ്രവിച്ചവരായിരിക്കും, നമ്മളെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞവരൊക്കെ ശത്രുത്വ പറഞ്ഞവരെ, പക്ഷെ ഇവരെ കാണുമ്പോൾ നമുക്ക് സന്തോഷത്തോടെ അവരോട് സമാധാനത്തോടെ ഹാലയിലെ ആയിരിക്കാൻ ദൈവം കൃപ നൽകും. ഹാലയിലെ ഈ ഒരു റെവലേഷൻ നമ്മുടെ ഉള്ളിൽ കത്താതെ ആ ദൈവം എന്താ ഹാലയിലെ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ. പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഹാലയിൽ ഇവിടെ പറഞ്ഞ ലാസ്റ്റ് വാക്യം, എല്ലാവരും പരിശുദ്ധാത്മ നിറഞ്ഞ ദൈവവചനം ധൈര്യത്തോടെ പ്രസരിച്ചു. അവർ പ്രാർത്ഥിച്ച സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. ഹാലയിലെ എല്ലാവരും പരിശുദ്ധാത്മ. അപ്പൊ നമ്മൾ പരിശുദ്ധാത്മ നിറഞ്ഞവരാണ്. നമ്മൾ ഓൾറെഡി അവർ പരിശുദ്ധാത്മ നിറഞ്ഞവരായെന്ന് വെച്ചാൽ സ്ഥലത്തിലെ പരിശുദ്ധാത്മ. പക്ഷേ നമ്മൾ പരിശുദ്ധാത്മ നിറവ് നമ്മളിലുണ്ട്. അത് ശക്തിയോടുകൂടി വെളിപ്പെടാം. ശക്തിയോടെ ദൈവത്തിന്റെ വചനം സുവിശേഷം എന്ന് പറയുമ്പോഴത്തേന് നമ്മളിൽ നിന്ന് ആ നിറവ് ഒരു ശക്തിയായി മാനിഫെസ്റ്റ് ആയിട്ട് നമ്മൾ നിൽക്കുന്നിടത്ത് ആ ശക്തിയെ വെളിപ്പെടുത്തുന്നവരായി മാറും.
ഹാലേലിയ. അപ്പൊ നമ്മൾ അവിടെയെല്ലാം ഹാലേലിയ, എന്തൊക്കെ പ്രതികൂലം നമ്മുടെ ജീവിതത്തിൽ, പ്രാർത്ഥനയ്ക്ക് പോകുന്നതിന് വിരോധമാണ്, നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കാൻ വേണ്ടി എന്തെല്ലാം ശത്രു ചില ആരാധനയ്ക്ക് പാതിരിക്കാൻ ശത്രു എന്തെല്ലാം ചെയ്താലും ഹാലേലിയ, അവിടെയെല്ലാം ശക്തിയോടെ നിൽക്കണം. ഈ ഞായറാഴ്ച ഞാനൊരു ആരാധനയ്ക്ക് പോയപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ചത്. ഹാലേലിയ. ഇനി മുതൽ ഹാലേലിയ പലരുടെ ഭാഗത്തുനിന്നും വരുമായിരിക്കും ചിലപ്പോൾ ഞായറാഴ്ച ആരാധനയ്ക്ക് പോകാതിരിക്കണം, പക്ഷേ അവിടെയൊക്കെ നമ്മൾ ശക്തിയോടെ ഹാലേലിയ നിൽക്കണം. കാരണം നമ്മളെ ഒതുക്കിക്കളയാനായിട്ട് ശത്രു പല തന്ത്രങ്ങളും മെനയും. ആ ഒതുക്കിക്കളയാനായിട്ട് ശത്രു മെനയുന്ന തന്ത്രങ്ങളിൽ പെട്ട് കുടുങ്ങിയിരിക്കാനുള്ളവരല്ല, അവിടെ ശക്തിയോടെ നമ്മൾ പുറത്തു വരാനുള്ളവരാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ ഞായറാഴ്ച ദിവസത്തെ ആരാധന മുടക്കത്തില്ലെന്ന് എൻ്റെ ഹൃദയത്തിലുള്ള തീരുമാനം എടുത്തിട്ട് അത് അങ്ങനെ തന്നെ സംഭവിക്കും. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. അത് എൻ്റെ തീരുമാനമാണ്. എൻ്റെ ദൈവസന്നിധിക്ക് അപ്പൊ ഞാനൊരു തീരുമാനത്തിൽ ഉറച്ചു നിന്നാൽ എൻ്റെ ദൈവം എന്നോട് കൂടെ തന്നെ നിൽക്കും. നമ്മൾ ഫ്ലെക്സിബിളായി ആടിക്കളിച്ചാലാണ് ദൈവം അനങ്ങാതിരിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെയൊക്കെ നമ്മൾ ഹല്ലേലൂയ എടുക്കേണ്ട ഡിസിഷൻസ് ഹല്ലേലൂയ. അവർ പറയാ ഹല്ലേലൂയ, നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇനി മേലെ സംസാരിക്കല്ല്. അവരെന്താ പറഞ്ഞേ? ഹല്ലേലൂയ. മനുഷ്യന്റെ വാക്കിന് ഇത്രയൊക്കെ മതി വില. അപ്പൊ നമ്മൾ മനുഷ്യന്റെ വാക്കിന് എത്ര വില കൊടുക്കണമെന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി ദൈവത്തിന്റെ വാക്കിന് തന്നെയാണ്. അപ്പൊ ദൈവം എന്ത് നമ്മളോട് പറയുന്നത് അത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടുന്നത്. ഹാലേലി. അപ്പൊ ദൈവത്തിന്റെ പ്രവൃത്തികൾക്ക് ദൈവത്തിന്റെ വാക്കുകൾക്കും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുമെങ്കിൽ, നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക, നമ്മൾ ദൈവത്തെ എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് വെച്ചാൽ, നമ്മളെ വിളിച്ച ദൈവത്തെ കുറിച്ച് പഠിക്കാനാണ് നമ്മുടെ ഉള്ളിൽ വന്നാൽ പലരുടെയും വായ അടപ്പിക്കാൻ കഴിയുന്ന ദൈവമാണ്. നമുക്കെതിരെ എപ്പോഴും പറയുന്നത് ബിലയാമ് ഹാലേലിയ ഇസ്രായേൽ ജനത്തെ ശപിക്കാൻ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ അനുഗ്രഹമാണ്. അപ്പൊ നമ്മളെ കുറിച്ച് കുറ്റം പറയാനായിരിക്കും വാ തുറക്കുന്നത്. പക്ഷെ നമ്മൾ ദൈവത്തിന്റെ പക്ഷത്ത്, ദൈവത്തിന്റെ കൂടെ യഹോവയുടെ പക്ഷത്തുള്ള ആരുണ്ടെന്ന് ചോദിച്ചപ്പോൾ ലേവിയും കുടുംബം കയറി നിന്നത് പോലെ നമ്മൾ ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കുകയാണെങ്കിൽ നമ്മളെ കുറിച്ച് കുറ്റം പറയാൻ വാ തുറക്കുന്നത് നല്ലത് പറയും. ഹാലേലൂയ. അത് പറയിക്കാൻ ദൈവത്തിന് അറിയാം. ഹാലേലൂയ. അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ദൈവത്തെ കുറിച്ചുള്ള സ്വർഗത്തെ സൃഷ്ടിച്ച്, ഭൂമിയെ സൃഷ്ടിച്ച്, സമുദ്രത്തെ സൃഷ്ടിച്ച്, അല്ല സകലത്തെയും സൃഷ്ടിച്ചത്, ഇതൊന്നും മറ്റാരും സൃഷ്ടിച്ചതല്ല. കേരളത്തെ കുറച്ച് കഥകളൊക്കെ ഉണ്ട്. കേരളം വന്നത് മഴ എറിഞ്ഞിട്ട്, എന്നാൽ പിന്നെ 10 മഴ പലയിടത്ത് എറിഞ്ഞ് 10 സ്ഥലങ്ങളുണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറയുന്ന കഥകളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ വെറും കഥകളാണ്. യാഥാർത്ഥ്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ഈ സകല പ്രപഞ്ചത്തിന്റെ ഉടയവനായ സർവശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവമെന്നും, അത് നമ്മുടെ സ്വർഗീയ ദൈവം മാത്രമല്ല, മറ്റുള്ളവർക്ക് ദൈവമായിരിക്കുമ്പോൾ നമ്മുടെ സ്വർഗീയ പിതാവാണെന്ന് നമ്മൾ പുത്രത്വം പ്രാപിച്ചവരാണ്. നമ്മൾ അപ്പാ പിതാവേ എന്ന് വിളിക്കാൻ ഏത് സമയത്തും അതിധൈര്യത്തോടെ കൃപാസനത്തെങ്കിലേക്ക് കടന്നു ചെല്ലുവാനുള്ള അധികാരവും അവകാശം പ്രാപിച്ചവരാണ് നമ്മളെന്ന് ഈ വെളിപ്പാട് നമുക്കുണ്ടാകണം. ഹല്ലേലൂയ. അങ്ങനെ ഒരു വെളിപ്പാടിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ നമ്മൾ ചിലതിനൊക്കെ ഒന്ന് കുലുക്കും. ഈ ദിവസങ്ങളിൽ നമ്മൾ ഇരിക്കുന്നതൊക്കെ കുലുങ്ങ, നമ്മൾ നമ്മളൊരിടത്ത് കാല് വെച്ചാൽ അവിടെ ഇരിക്കുന്ന അന്ധകാര ശക്തികളൊക്കെ ഇങ്ങനെ കുലുങ്ങി ഇളകാൻ തുടങ്ങും. അവർക്ക് ഇരിക്കാൻ പറ്റത്തില്ല. ആമേൻ. ഹാലേലൂയ. നമ്മള് പ്രാർത്ഥിക്കുമ്പോൾ വെളിപ്പാടി കാണുന്ന കണക്ക് ആടാൻ തുടങ്ങും. നമ്മൾ അങ്ങോട്ട് ചെല്ലുമെന്ന് പറയുമ്പോൾ തന്നെ ഹാലേലൂയ. കാല് വെക്കുമ്പം തന്നെ വീണോളും. ഹാലേലൂയ. ആമേൻ. ദാഗോൻ ഹാലേലൂയ എന്താ യഹോവയുടെ പെട്ടകം കൊണ്ടുവച്ചപ്പോ ആരും മറിച്ചിട്ട് തന്നെ മറിഞ്ഞു വീണു. ഹാലേലൂയ. അതുപോലെ ചിലതൊക്കെ ഇളകി വീഴും ഈ ദിവസങ്ങളിൽ. എപ്പോഴാ? നമ്മൾ വെളിപ്പാട് പ്രാപിക്കുമ്പോൾ, നമ്മുടെ ദൈവത്തെ കുറിച്ച്, ദൈവം ആരാണ് നമ്മളൊന്ന് തിരിച്ചറിഞ്ഞിട്ട് നമ്മുടെ പ്രാർത്ഥനകളൊന്ന് മാറിക്കഴിഞ്ഞാൽ ചിലതൊക്കെ നമ്മൾ തന്നെത്താനെ നമ്മൾ ഇളക്കാനൊന്നും ചെല്ലണ്ട. നമ്മളെ കാണുമ്പോൾ തന്നെ, നമ്മൾ കാല് വയ്ക്കുമ്പോൾ തന്നെ ഇലകി താഴെ വീഴുക തന്നെ ചെയ്യും. ഈ ദിവസം അങ്ങനെ ഒന്ന് ചേഞ്ച് ആകട്ടെ നമ്മുടെ പ്രാർത്ഥനകൾ. നമ്മൾ ഒരു ലിസ്റ്റ് എഴുതി വെച്ചിട്ടുള്ള പ്രാർത്ഥനയല്ല യഥാർത്ഥ പ്രാർത്ഥന. നമ്മുടെ ദൈവം ആരെന്ന് തിരിച്ചറിഞ്ഞ് വെളിപ്പാടിൽ ഒരു വാക്ക് പറഞ്ഞാൽ അവിടെയാണ് അത്ഭുതം സംഭവിക്കുന്നത്. ഈ ദിവസങ്ങളിൽ വെളിപ്പാട് പ്രാപിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ നമ്മുടെ എല്ലാവരും അതിർത്തിൽ നിന്നുണ്ടാകട്ടെ. ഈ വചനത്തെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ്.